ഹലോ ഗായ്സ്, സ്നൈപ്പർ മച്ചാൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാന്മാരെ, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ആണ്. ഇന്ത്യൻ ബസ് സിമുലേറ്റർ മൾട്ടിപ്ലെയർ ആണ് കളിക്കുന്നത്. എൻ്റെ ഒപ്പം പ്രോ ബോയും കൂടിയുണ്ട്. ഇന്ന് അങ്ങ് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ്. ഇന്ന് റേസ് ട്രിപ്പാണ്. ആര് ഫസ്റ്റ് എത്തും എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ച്. നേരെ ആളെ എടുക്കണം. അവിടെ നിന്ന് നേരെ ടെർമിനലിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. പ്രോ ബോയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാനാണ്. പ്രോ ബോയ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം റേസ് സ്റ്റാർട്ട് ചെയ്യും. പ്രോ ബോയ് ഇവിടെ നിന്ന് റിവേഴ്സ് വെച്ച് വരുന്നുണ്ട്. എന്തായാലും വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാല് പ്രോ ബോയ്ക്ക് അവിടെ തിരിഞ്ഞു വരില്ല. ഓ അതെ, പ്രോ ബോയ് വണ്ടിയിൽ മുട്ടിച്ച്. പ്രോ ബോയ്, നമുക്ക് പൈസയും കാട് എന്നോട്ടാ. എന്താണ് സ്നൈപ്പർ മച്ചാനെ, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ കാണാൻ പാടില്ല, അങ്ങോട്ട് മാറ്റി വെക്കാൻ പാടില്ല. എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ട്രിപ്പ് കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ ഞാൻ തരും. മച്ചാന്മാരെ, രണ്ടും വോൾവോയുടെ ബസ്സാണ്. അടിപൊളി ബസ്സാണ്. AC കോച്ച് ബസ്സാണ്. എന്തായാലും നല്ല പുള്ളിങ്ങുള്ള ബസ്സാണ്. ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം. എന്നാ തുടങ്ങിയാലോ പ്രോ ബോയ് മച്ചാനെ? വണ്ടി എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോ ബോയ്, ഉഷാറാവങ്ങട്. എന്നെ തോപ്പിക്കണ്ടേ? എന്നെ തോപ്പിക്കാൻ നിനക്ക് നടക്കൂല. ഞാൻ തന്നെ ജയിക്കുള്ളൂ, അത് ഉറപ്പാണ്. പ്രോ ബോയ്, നീ തോറ്റത് തന്നെയാണ് ഈ ഗെയിമിൽ. ഞാൻ ഡബിൾ ഉഷാറാണ് മച്ചാനെ, സ്നൈപ്പർ മച്ചാനെ. നമുക്ക് എന്തായാലും തുടങ്ങാം. തുടങ്ങി നിന്നെ തോപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഈ കളം വിടുള്ളൂ. എന്നാ ലെറ്റ്സ് ഗോ. വണ്ടി 100-130 പിടിച്ച് നിന്നെ തോപ്പിച്ചിരിക്കും. മച്ചാന്മാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തുടങ്ങാൻ പോണേണ്. അതേ പ്രോ ബോയ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുണ്ട്. കുറേ ഞാൻ മൂപ്പിച്ച് നിർത്തിയേക്കണേണ്. വണ്ടി നല്ല RPM കയറ്റി വെച്ചേക്കണേണ്. അതേ പ്രോ ബോയ് വീണ്ടും റിവേഴ്സ് എടുക്കണേ. എന്താണ് പ്രോ ബോയ്, എടുത്തങ്ങോട്ട് പോവോ? അത് ഞാൻ എടുത്തു പോട്ടത്. ഞാൻ ഇപ്പോൾ റിവേഴ്സ് എടുത്ത് അപ്പുറത്ത് കൂടി കറക്കി എടുക്കാൻ പറ്റുമോ നോക്കണേണ്. പ്രോ ബോയ് എന്താണ് ഇങ്ങനെ പോവാത്തിട്ട് നിൽക്കണമെന്ന് അറിയില്ല. വണ്ടി വല്ല കംപ്ലൈൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡീസലില്ലേ? എന്താണ് പ്രോ ബോയ്, ഡീസലില്ലേ? നേരെ പമ്പിലേക്ക് എന്നാ വിട്. പ്രോ ബോയ് പോട്ടെ, എന്നാ മാറുമോനെ. ഞാൻ പോട്ടെ, എൻ്റെ പുറയുവാ. മച്ചാനെ ഒന്ന് എടുത്തു പോ. എന്താണ് രണ്ടുപേരും കൂടി സമാന്തിച്ച് കളിക്കണത്? മോനെ എടുത്തു പോ മോനെ. ചേട്ടന് അന്ന് പോയിട്ട് ആളിറക്കാനുള്ളതാണ്. മച്ചാനൊന്ന് എടുത്തു പോ. എന്താണ് ബ്രോ, വണ്ടി ഞാൻ എടുത്തോ? ഡീസൽ ഇല്ലെന്ന് തോന്നുന്നു ബ്രോടാ. അല്ലെങ്കിൽ വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഉണ്ട്. അതിനെ മെക്കാനിക് SRTCയുടെ മെക്കാനിക്കിനെ വിളിക്കാം. മോനെ എടുത്തങ്ങാട് പോനെ. എന്താണ് ബ്രോ ഇങ്ങനെ മുമ്പിലേക്ക് എടുക്കും ബാക്കിലേക്ക് എടുക്കും? എന്താണിത്? എന്താണ് ഗായ്സ് ഇത്? വണ്ടി എടുക്കണമില്ല. മോനെ എടുത്തു. എന്താ ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കാനാണോ? ഞാൻ തന്നെ എടുത്തു. പ്രോബോയുടെ വണ്ടിയിൽ മുട്ടി. മഴയും പെയ്യാനുണ്ട്. എന്നാ പ്രോബോയ് ഇട്. ഓക്കെ പ്രോബോയ് എടുത്തിട്ടുണ്ട്. കുറേ ഞാൻ പോകുന്നുണ്ട്. എന്തായാലും ഒരു പൊളി പൊളിക്കും. KSRTCയുടെ അടിപൊളി വണ്ടിയുമായിട്ട് പ്രോബോയും സ്നൈപ്പർ മച്ചാനും കൂടി. അങ്ങനെ പ്രോബോയ് എടുത്തു പോയിട്ടുണ്ട്. ഓ അതെ, പ്രോബോയ് ഇവിടെ വീണ്ടും ചവിട്ടി. എന്താണ് പ്രോബോയ്, ഇപ്പോൾ പുറകെ വന്ന് ഇടിച്ചേനെ. പ്രോബോയ് ഞാൻ എടുത്തു പോ. എന്തായാലും പ്രോബോയ് എന്നെ കയറ്റി വിട്ടെന്ന് തോന്നുന്നു. പ്രോബോയ് എൻ്റെ പുറകെ വരാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. എൻ്റെ പുറകെ വന്നിട്ട് എന്നെ ഓവർടേക്ക് ചെയ്ത് ഫസ്റ്റ് അടിക്കാനുള്ള ഒരു മൂവ്മെൻ്റാണ് പ്രോബോയ് കാണിക്കുന്നത്. ഞാനിപ്പോൾ വളച്ചപ്പോൾ ആ പോസ്റ്റിലിടിച്ച് വീണ്ടും റിവേഴ്സ് എടുത്ത് ഞാൻ സ്ട്രൈറ്റ് വിടാനാണ്. എന്തായാലും അടിപൊളി വണ്ടിയാണ്. നമ്മുടെ ഇന്ത്യൻ പതാക പോലെ പതാകയുടെ കളർ പോലെ ഇരിക്കണ ഒരു തീമാണ് വണ്ടിക്ക്. എന്തായാലും ഞാനൊരു ഇപ്പോൾ 40 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. എന്തായാലും വഴിയെ സ്പീഡ് കൂടും. ഒന്ന് ഹാൻഡിലായി വന്നോല. പ്രോബോയ് പുറകിലുണ്ട്. പ്രോബോയ് എന്നെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കത്തിച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 82 സ്പീഡിൽ കയറി. എന്തായാലും സിഗ്നലിൽ നോക്കാനുള്ള ലക്ഷ്യം എത്തുക എന്നാണ്, ഫസ്റ്റ് അടിക്കുക എന്നാണ്. സ്നൈപ്പർ മച്ചാനെ, ഞാൻ പുറകിൽ തന്നെ ഉണ്ട്. ഞാനിപ്പോ കത്തിച്ച് വന്നിട്ടുണ്ട്. 100-150 കിലോമീറ്റർ സ്പീഡ് ഞാൻ കയറിപ്പോയി. ഇനി എന്റെ പൊടി പോലും കിട്ടൂല സ്നൈപ്പർ മച്ചാനെ. ഞാൻ അന്യായ സ്പീഡിലാണ് പോണത്. നീ വെറും 80 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. എന്തായാലും ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കും. ഞാൻ കത്തിച്ചാണ് പോണത്. ഒരു രക്ഷയില്ലാത്ത കൺട്രോളാണ് എനിക്ക്. എന്താ അടിപൊളി വണ്ടിയാണ്. സ്നൈപ്പർ മച്ചാനാകെ ചമ്മിപ്പോയി. ഭയങ്കര ഷോ ആയിരുന്നു ഫസ്റ്റ് അടിക്കും എന്നുള്ളത്. ഇപ്പൊ അത് എന്റെ പിന്നിലാണ്. ഞാൻ എന്തായാലും 150 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. അതേ സ്നൈപ്പർ മച്ചാൻ അവിടെ ഇടിച്ച്. ഇനി എന്താവുമെന്ന് പടച്ചോനറിയാം. മിസ്റ്റർ പ്രോബോയ്, ഞാൻ എന്തായാലും പുറകെ തന്നെ ഉണ്ട്. 100-150 പിടിപ്പിച്ച് ഞാൻ വന്നെയാണ്. നിന്നെന്തായാലും ഞാൻ തോപ്പിച്ചിരിക്കും.
ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാടാ. എന്തായാലും റോട്ടിൽ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കത്തിച്ചങ്ങാട് ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ 200 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ ഗൈസ് വണ്ടി ഒന്ന് ഒലയാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, വെച്ച് കയറിപ്പോവും. 200 കിലോമീറ്റർ സ്പീഡിൽ പോയി ചിലപ്പോൾ വണ്ടി ഒന്ന് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. ഗൈസ് ടെർമിനലെത്തി. ഇവിടെ നാളെ എടുത്തിട്ട് നേരെ വീണ്ടും ട്രിപ്പ് തുടങ്ങണേണ്. ഗൈസ് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യാനാണ്. ആള് കയറിക്കൊണ്ടിരിക്കാനാണ്. ആള് കയറി കഴിയുമ്പോൾ വീണ്ടും ട്രിപ്പിലേക്ക് കിടക്കും. വീണ്ടും ട്രിപ്പിലേക്ക് കിടന്നു. എന്തായാലും പ്രോബോയുടെ ഒരു പൊടി പോലും ഇല്ല. പ്രോബോയ് 250 കിലോമീറ്റർ സ്പീഡിൽ പോയി, പൊടി പോലും കാണുന്നില്ല. എന്തായാലും പ്രോബോയിനെ എന്തായാലും ചേസ് ചെയ്ത് പിടിക്കണം. എന്തായാലും ട്രിപ്പ് പെട്ടെന്ന് തീർത്ത് ഫസ്റ്റ് ടെർമിനലിൽ എന്തായാലും പെട്ടെന്ന് തന്നെ എത്തിച്ചേരണം. എന്നാലാണ് ഈ ചലഞ്ച് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വണ്ടിയിലും പുള്ളിങ് പ്രോബോയുടെ വണ്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഞാൻ എത്ര സ്പീഡിൽ പോയിട്ടും പിടിച്ചിട്ട് കിട്ടാനുള്ള. ഞാനിപ്പോൾ 74 കിലോമീറ്റർ സ്പീഡിലാണ് പോകണം. മച്ചാൻ ഇതേയല്ലേ പ്രോബോയല്ലേ ഇപ്പോൾ പോയത്? പ്രോബോയിനെ നേരത്തെ ഓവർടേക്ക് ചെയ്തല്ലേ? അത് ഞാൻ കണ്ടില്ലായിരുന്നു മച്ചാന്മാരെ. സ്നൈപ്പർ മച്ചാനെ നേരത്തെ ടെർമിനലിൽ നിർത്തിയപ്പോൾ ഞാൻ കയറിപ്പോയായിരുന്നു. സ്നൈപ്പർ മച്ചാൻ അത് നോട്ട് ചെയ്തില്ല. ഇനി എന്തായാലും എന്നെ പിടിച്ചാൽ കിട്ടൂല. സ്നൈപ്പർ മച്ചാൻ വിട്ടോ. ഫസ്റ്റ് എന്തായാലും ഈ ചലഞ്ച് ഞാൻ വിൻ ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഒരു 250 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു രക്ഷയില്ല സ്നൈപ്പർ മച്ചാനെ. നീ ക്വിറ്റ് ചെയ്തോ മൾട്ടിപ്ലെയറിന് ക്വിറ്റ് ചെയ്ത് പോയിക്കോ. നിന്റെ കാര്യം പോക്കാണ്. നിന്റെ വണ്ടി അധോഗതിയാണ്. മോനെ പ്രോബോയ് 250 കിലോമീറ്ററിൽ പോണാകെ കൊള്ളാം. അവിടെ MBD ചെക്കിങ്ങിനുണ്ട്, റഡാറും വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോൾ മറ്റേ ഫൈൻ വരും MBDയുടെ. KSRTC ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പൊക്കിയെടുത്തിട്ട് നേരെ അകത്താക്കും ഇത്രയും കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയിക്കണം. സ്നൈപ്പർ മച്ചാൻ MBD ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിർത്തൂല. അവന്മാരുടെ വണ്ടിയൊക്കെ ഇടിച്ച് അങ്ങാട് പോവും. ഒന്നും നോക്കൂല. നമ്മുടെ വണ്ടിയല്ല, KSRTCയിലല്ലേ. എങ്ങാട് ഫൈനും വരട്ടെ. പിന്നെ എൻ്റെ ലൈസൻസ്, എനിക്ക് ഓൾറെഡി ലൈസൻസ് ഇല്ലടാ മച്ചാനെ. മോനെ പ്രോബോയ് ലൈസൻസ് ഇല്ലാണ്ടാണ് 250 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോണ. അതിലിരിക്കണ ആളുകൾ ഇപ്പൊ പണ്ടാരം കരഞ്ഞ് നിലവിളിച്ച് ചാവാറായിട്ടുണ്ടാവലടാ. ഒന്ന് പയ്യെ പോടാ. അതിലെ പാസഞ്ചേഴ്സിനെ പേടിപ്പിക്കില്ല നീ. പ്രോബോയ്ക്ക് ഒരു മൈൻഡും ഇല്ല, ഒരു പേടിയില്ല. പ്രോബോയ് ലൈസൻസ് ഇല്ലാണ്ട് വിട്ടടിച്ചാൽ പോകണം. ഒരു MPDനെയും പേടിയില്ല, പോലീസിനെയും പേടിയില്ല. എന്തായാലും പ്രോബോയുടെ ഇട്ടെ ഞാൻ എന്തായാലും നോക്കി അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് ഫസ്റ്റ് എത്തിക്കും ഞാൻ. അതാണ് എൻ്റെ ചലഞ്ച്, അതാണ് എൻ്റെ വിന്നിങ് സീക്രറ്റ്. എന്തായാലും ഇത് ഓടിച്ചിട്ട് തീരുള്ളത്. പ്രോബോയ് അവിടെ സ്ട്രക്കായിട്ടുണ്ട്. അവിടെ വണ്ടി മറിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും മിക്കവാറും ഫസ്റ്റ് ഞാൻ തന്നെ ഇരിക്കും, ഉറപ്പിച്ച്. എന്തായാലും മച്ചാന്മാരെ റോഡൊക്കെ എന്തായാലും ക്ലീൻ ആണ്. ഒരു കട്ടർ പോലും ഇല്ല, അടിപൊളി. ഇത് ഏത് സ്റ്റേറ്റാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ അടിപൊളി റോഡ്. എന്തായാലും ഒരു പ്രശ്നമില്ല, വണ്ടി നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഏകദേശം സ്ഥലം എത്താറാകുമ്പോഴുണ്ട്. ഇവിടെ നിന്ന് എന്തോ തിരിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വഴിയേറ്റി മച്ചാനെ വണ്ടി ഇടിച്ച്. എന്തായാലും റിവേഴ്സ് വെക്കണം. റിവേഴ്സ് വെച്ചിട്ട് ഇവിടെ നിന്നല്ല തിരിയേണ്ടത്. വേണ്ട, കുഴപ്പമില്ല. ഇവിടെ നിന്ന് തിരിഞ്ഞില്ലെങ്കിലും നേരെ പോയിട്ട് U-turn എടുത്ത് വരാം. അങ്ങനെയും വഴിയുണ്ട്. എന്തായാലും നേരെ പോവാം. നേരെ പോയിട്ട് U-turn ഉണ്ട്. ഇനി ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ മാറിയിട്ടായിരിക്കും U-turn. പെട്ട് മച്ചാനെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇതിപ്പോൾ വെജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 കിലോമീറ്റർ പോകേണ്ടി വരും. അതെ, പ്രോബോയ് കയറി. പ്രോബോയ് എന്നാലും വിട്ടുകൊടുക്കണില്ല. പ്രോബോയ് അവിടെ വണ്ടി മറിഞ്ഞിട്ടും അവിടെ നിന്നൊക്കെ എത്തി രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പ്രോബോയിനെ ഓവർടേക്ക് ചെയ്യണം. ടെർമിനൽ എത്താറായിട്ടുണ്ട്. ടെർമിനലെത്തി കഴിഞ്ഞാലാണ് ഈ ചലഞ്ച് വിന്നാവുള്ളൂ. പ്രോബോയ് ഇത് വിട്ടടിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു U-turn കാണണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. U-turn കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് അങ്ങോട്ട് വിടനെയാണ്. എന്തായാലും ഞാൻ ബ്രൈറ്റൊക്കെ അടിച്ചിട്ട് ബ്രൈറ്റൊക്കെ അടിച്ച് അങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരു U-turn ഉണ്ടാക്കുന്നതാണ്. എന്തായാലും നോക്കാം. അടുത്ത U-turnൽ തിരിയണം. പ്രോബോയ് അവിടെ സ്ലോ ആക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ U-turn ഉണ്ടെന്നാണ് അർത്ഥം. എന്തായാലും നോക്കട്ടെ ഗായ്സ്. U-turn ഉണ്ടെങ്കിൽ U-turn അവിടെ എന്താണ് പ്രോബോയ് ഇല്ല. U-turn അവിടെ ഒന്നും തിരിഞ്ഞില്ല പ്രോബോയ്. ഇനി അടുത്ത U-turn ഉണ്ടാവും. നോക്കാം. മഴ പെയ്യണമുണ്ട്, റോഡ് ക്ലിയർ ആണല്ലോ ഗായ്സ്. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഇവിടെ നിർത്തിയില്ല. പ്രോബോയ് അവിടെ എന്തോ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇവിടെ നിർത്തിയത്. പ്രോബോയ് അവിടെ നിന്ന് തിരിഞ്ഞിട്ടുണ്ട് ഗായ്സ്. ഞാനിപ്പോൾ റിവേഴ്സ് എടുത്ത് നോക്കണേ. അവിടെ ഒരു U-turn പോലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് U-turn അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കിക്കളയാം. പ്രോബോയ് അവിടെ വിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നണത്. ഇല്ല, ഞാൻ പെട്ടെന്ന് വിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നോക്കിയത്, പക്ഷേ അവിടെ U-turn ഇല്ല.
എൻ്റെ ടൈം വേസ്റ്റ് ആയി. ഇതേ പ്രോബോയ് അവിടെ തിരിഞ്ഞു. മണ്ടത്തര വയ്ക്കുമല്ല മച്ചാമാരെ. എനിക്ക് നേരെ തന്നെ വിട്ടാൽ മതിയായിരുന്നു. അത്ര സമയം അവിടെ വേസ്റ്റായി ഗായ്സ്. മിക്കവാറും വിന്നിങ് ചലഞ്ചിൽ വിന്നാവണത് പ്രോബോയ് ആയിരിക്കും. എന്തായാലും അവിടെ യൂട്ടേൺ ഉണ്ടെന്ന് വയർലെസ്സിൽ പ്രോബോയ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക്സ് പ്രോബോയ്. അവിടെ യൂട്ടേൺ ഉണ്ട് ഗായ്സ്. ഞാൻ എന്തായാലും വളക്കട്ടെ, എന്തായാലും വീശിയൊരു എടുക്കട്ടെ. പോട്ടെ. എന്തായാലും യൂട്ടേൺ എടുത്ത് നേരെ പ്രോബോയ് എന്നാലും കുഴപ്പമില്ല, എന്നെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ വയർലെസ് ഉണ്ട് ഗായ്സ്, അതുകൊണ്ടാണ് എനിക്കും പ്രോബോയ്ക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. എന്തായാലും ടെർമിനൽ എത്താറായിട്ടുണ്ട്. എന്തായാലും പോട്ടെ. സ്നൈപ്പർ മച്ചാനെ വെക്കം വാ, ടെർമിനൽ എടുക്കാറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി വിൻ ചെയ്യാം. എന്തായാലും ടെർമിനൽ എടുക്കാറായില്ലേ, അവിടെ സ്ലോ ചെയ്യാം. ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യാനാണ്. അയ്യോ വണ്ടി പൊട്ടിക്കല്ലേ സ്നൈപ്പർ മച്ചാനെ. പ്രോബോയ് വണ്ടി പൊട്ടിയില്ല, ഞാൻ കറക്റ്റ് ബ്രേക്ക് എമർജൻസി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രോബോയ് താങ്ക്സ് കേട്ടാ, കാരണം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന്. എന്തായാലും ടെർമിനൽ എടുക്കാറായിട്ടുണ്ട് ഗായ്സ്. എന്തായാലും മിക്കവാറും പ്രോബോയ് തന്നെ വിൻ ചെയ്യും. എൻ്റെ വണ്ടിയുടെ ഡീസൽ കുറഞ്ഞിട്ടുണ്ട്, മിക്കവാറും വഴി കിടക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ടെർമിനൽ വരെ എത്തിക്കാൻ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. തീരുമില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകുന്നതിന് ടെർമിനൽ എടുക്കാറായിട്ടുണ്ട്. മാപ്പിൽ ടെർമിനൽ എടുക്കാറായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ എന്തായാലും ഇടാം. ഞാൻ ഡിമ്മം ബ്രൈറ്റ് ഇട്ട് കാണിക്കുന്നുണ്ട് മച്ചാന. എന്തായാലും ടെർമിനലിലേക്ക് തിരിയാൻ പോകുകയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം ടെർമിനലിലേക്ക്. ടെർമിനൽ എത്താറായി ഗായ്സ്. ഈ ബ്രിഡ്ജ് കയറി അവസാനിക്കുന്ന ടെർമിനലാണ്. പ്രോബോയ് വിൻ ചെയ്യും എന്തായാലും. എനിക്ക് പ്രോബോയിനെ പിടിച്ചിട്ട് കിട്ടണില്ല. പ്രോബോയ് നൈട്രോ ബൂസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിട്ടടിച്ച് പോകുന്നുണ്ട് മച്ചാൻ. വേറെ വണ്ടിയും ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. എൻ്റെ വണ്ടിക്ക് പുള്ളിങ് കുറവാണ് ഗായ്സ്. പുള്ളിങ് ഉള്ള വണ്ടിയായിട്ട് ഞാൻ എത്ര പ്രാവശ്യം വന്ന് പ്രോബോയിനെ തീർത്ത് കളഞ്ഞ. പ്രോബോയ് എന്താണ് കാണിക്കുന്നത്? ആ പ്രോബോയ് യൂട്ടേൺ എടുത്ത്, പ്രോബോയ് ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ യൂട്ടേൺ എടുത്ത് വണ്ടി കുത്തി. വീണ്ടും ഞാൻ ഫസ്റ്റ് കയറി. ഞാൻ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും പ്രോബോയുടെ വണ്ടിക്ക് പുള്ളിങ് ഉള്ളതുകൊണ്ട് ഗായ്സ്. പ്രോബോയ് ലെഫ്റ്റിൽ കൂടി കയറി. അപ്പോൾ അവിടെ നിന്ന് യൂട്ടേൺ ഉണ്ട്. യൂട്ടേൺ തിരിഞ്ഞിട്ട് വേണം ടെർമിനലിലേക്ക് തിരിയാൻ. ഇവിടെ നിന്നായിരുന്നു നമ്മൾ തിരിയേണ്ടത്. ഇവിടെ നേരെ പോയി അത്രയും ഡീസൽ നഷ്ടമായി. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഡീസൽ കുറഞ്ഞത്. ഇപ്പോൾ ടെർമിനൽ എടുക്കാറായി. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ ടെർമിനലാണ്. പ്രോബോയ് ഇവിടെ നിന്ന് വീണ്ടും തിരിക്കുന്നുണ്ട്. വീണ്ടും വഴി തെറ്റി ഗായ്സ്. എന്തായാലും ഇവിടെ നിന്ന് ഇൻഡിക്കേറ്റർ യൂട്ടേൺ എടുത്ത് വണ്ടി റോട്ടി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് മച്ചാന്മാരെ മച്ചാൻ ഇവിടെ ജയിച്ചിരിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനിക്കണേ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.